പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവുരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കുക. നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോഴുന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദുരിതത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സർവ്വതലം ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. പുലരിയിൽ പൂപ്പാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനം ഹൃദയം ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സുഖനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും വൃത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വെളിപാട് പുസ്തകത്തിനുള്ള വായന അധ്യായം 3 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുപ്പിടുവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലമാകുന്ന ദൈവനഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 5 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു എന്ന് പറയുന്നു. പിതാവ് എന്ത് ചെയ്യുന്നു അതൊക്കെ പുത്രനും ചെയ്യാൻ സാധിക്കുന്നു. കാരണം പിതാവ് എല്ലാം പുത്രനെ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മാതാപിതാക്കൾ എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് മക്കളും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ദേവാലയത്തിൽ പോകുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ ഗുണം മക്കൾക്കും ലഭിക്കും, അല്ലെങ്കിൽ ആ ഗുണം കിട്ടുകയില്ല. മക്കളെ എത്ര ചീത്ത പറഞ്ഞാലും എത്ര കുറ്റപ്പെടുത്തിയാലും കാര്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തുണ്ടോ അതാണ് നമുക്കിപ്പോ ഉള്ളതൊക്കെ. മാതാപിതാക്കള് പകർന്നു നൽകിയ ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഇപ്പോ മൂല്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. എപ്പോഴും വഴക്കുള്ള മാതാപിതാക്കൾ, ഭാര്യ ഭർത്താവ് തമ്മിൽ എപ്പോഴും വഴക്ക്, അപ്പൻ ഇടയ്ക്കിടയ്ക്ക് തെറി പറയുന്നു, ഈ സ്വഭാവം മക്കൾക്കും കിട്ടും. അതുപോലെ പിണങ്ങിക്കിടക്കുക, അതുപോലെ കുടുംബത്തിലെ മാതാപിതാക്കള് വയസ്സായവരെ നോക്കാതെ അവരെ വേദനിപ്പിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ഇത് മക്കൾക്കും ലഭിക്കും കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നമ്മള് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തൊക്കെ മക്കൾക്കും മനസ്സിലാകും, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു, സത്യം സത്യമായി നിങ്ങൾക്ക് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യും.
നിങ്ങൾ വിസ്മയത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാമഹൻ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ രാജ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോൾ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹനാഥനായ ഈശോയെ, തങ്ങളുടെ സ്നേഹവും സഹകരണവും നല്ല ജീവിത മാതൃകകളും നിറഞ്ഞ ജീവിതത്തിലൂടെ മക്കളെ വിശുദ്ധിയിലും ദൈവവിശ്വാസത്തിലും വളർത്തുന്നതിന് വേണ്ട കൃപ നൽകി എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. എന്റെ കുടുംബത്തിലെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ഏത് സമയം വഴക്കാണോ പിണക്കാണോ, തെറിവാക്കുകളെ ഉച്ചരിക്കുന്നുണ്ടോ, ദേവാലയത്തിൽ പോകാൻ എനിക്ക് മടിയാണ്. അപ്പോൾ എങ്ങനെയാ എന്റെ മക്കളും അതുപോലെ വളരുക എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ ആദ്യം മടി അമ്മയ്ക്കാണ്. പിന്നെ എങ്ങനെയാ മക്കള് അതിലേക്ക് വളർന്നു വരിക? വേദന വരുമ്പോ ദുഃഖം വരുമ്പോ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കളാ പ്രാർത്ഥിക്കുക? കാരണം അവർക്ക് ചെറുപ്പത്തിൽ ആ ശീലം ലഭിക്കാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ദൈവമേ, ഞങ്ങളുടെ വഴി തെറ്റായി പോയോ എന്ന് ഞാൻ ചിന്തിക്കുക. അടജഗണമായ ജനമുടവിന്റെ കടങ്ങളെ പ്രതിക്ക് പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ ജീവിതം നിൻ സന്നിധി കാഴ്ചയായി അർപ്പിക്കുന്നു. കനിയണമേ നീ, പകരണമേ നീ, കരുണാമയനേ സ്നേഹനാഥ. കണ്ണുകളുടേക്കും പ്രാർത്ഥിക്കാം. ദുശീലങ്ങളുള്ള കുടുംബത്തിലെ മക്കളും വഴിതെറ്റി പോകാൻ വകയുണ്ട്. മക്കളൊക്കെ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ തെറ്റായ ശീലങ്ങളെ ഞങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആത്മവിശോധന ചെയ്യാം. പെട്ടെന്ന് കോപിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പതുക്കെ പതുക്കെ മക്കളും കോപിക്കാൻ തുടങ്ങും. പിതാവിൻ്റെ ഇഷ്ടമാണ്, പിതാവ് ചെയ്തതാണ് പുത്രനും ചെയ്യുന്നത്. സ്നേഹം കൊടുക്കാൻ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിന്റെ സ്മരണായി ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. സ്നേഹന്മാരെ, ഏകജാതിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റാൻ അങ്ങയെ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ ശരീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൂക്ഷകരാകുക. എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുക.
ഞങ്ങളെ ചിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നിവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകളെ താഴ്ത്തി വിചാരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങളുമാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രമേന്മാരുടെയും ശ്രാഫ്യന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. വിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാൻ കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി സർവ്വതി നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ ഒപ്പമെടുത്ത് സ്രോതിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിരുൾ ചെയ്യുന്നു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. പ്രകാരം തന്നെ കൈസയമെടുത്ത് കൃതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ.
ഞാൻ ഈ ചെയ്ത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എന്റെ ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണ്ടി സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സുതനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാറാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി തിരുപ്രതീക്ഷയായ ആൻഡ്രീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി തിരുപ്രതീക്ഷയായ മാർ പൗളി കള്ളുകാട് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമാവിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളെ ജയിലിൽ കഴിയുന്നവരുടെ വക കുടുംബം, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, നീറുന്ന കുടുംബ പ്രശ്നങ്ങൾ, രോഗികളായി ആശുപത്രികളിൽ പാലങ്ങളിൽ കഴിയുന്നവർ, വേദനയിലൂടെ കടന്നു പോകുന്നവർ, ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. യോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവരൂ ഞങ്ങളിൽ നിത്യവും വാഴാൻ വരൂ. കണ്ണുകളുടേക്കാം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസരിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടുള്ള പ്രത്യാശയ്ക്ക് പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖാചരണവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള സജീവവും പരിശുദ്ധവും ജീവിതായ മകളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതിനാഥനായ നിനക്ക് ആരാധനയെപ്പോഴുണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകമായ സഹോദരൻ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പ്രതിപാമോചന രക്ഷയും പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യനായകനേ, വരൂ എന്നുള്ളം കാത്തിരിപ്പൂ. പൊൻതൂമന്ത ഹാസവുമായി വിണ്ണിൻ വാതിൽ തുറന്നു വരൂ.
ദിവ്യനായക സവിധേ കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. ഒരു നിമിഷം ദിവ്യാനത്തിലേക്ക് നോക്കാം. പിതാവ് ചെയ്തതെല്ലാം പുത്രനും ചെയ്യുന്നു. എന്റെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ആലോചിച്ച് നോക്കാം. മക്കളെ ദൈവം വളർത്താൻ നൽകിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളർത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? മാതാപിതാക്കളാൽ പരിശോധന ചെയ്യാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഞാൻ പകർന്നു നൽകിയത് എന്റെ ദുഷ്ടതകളാണ്, എന്റെ കോപങ്ങളാണ്, എന്റെ തിന്മകളാണ്, അസൂയയാണ്, പിടിവാശിയാണ്, പെട്ടെന്നുള്ള ദേഷ്യമാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതാണോ ഞാൻ പകർന്നു നൽകിയിരിക്കുന്നത്? ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന തെറ്റായ വാക്കുകളാണ് എന്റെ മക്കൾക്ക് ഞാൻ പകർന്നു നൽകിയത്. അതുമൂലം എന്തോരം വേദനിച്ചിട്ടുണ്ട്, എന്തോരം എന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വാക്ക് ചോദിക്കുക. എല്ലാം ഇതിനുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മനമൊരുക നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വതിലേക്ക് ഇരികരങ്ങളും വരുത്തി പിടിച്ച വിശ്വാസങ്ങളും വരുതെല്ലാം സർവസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ഇതാ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന നിഗൂഢ രഹസ്യങ്ങൾ നൽകപ്പെടുന്നു. ഈ ആത്മീയ വിരുന്നിനെ മാലാഖമാരുടെ ഗണങ്ങൾ പ്രകീർത്തിക്കുന്നു. സിഹായുടെ ശരീരവും രക്തവും കടന്ന പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ദീർഘവും പരിശുദ്ധവും ജീവിതായുഗ ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇതിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവിതായിക്കും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സുദീർഘവും പരിശുദ്ധവും ജീവിതായിക്കും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറകെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറകെ രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ മാച്ചുകളെയും കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളെ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ.
ഇന്ന് ദിവസത്തെ പ്രാർത്ഥന, ഉദ്യമം, യാത്രകൾ, നിയോഗങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.